പ്രണയമഴയിൽ അലിഞ്ഞ് യദുവിൻ്റെയും താരയുടെയും ഒരു പ്രണയം. എന്താടോ തൻ്റെ മുഖത്ത് കണ്ണില്ലേ? ഷോ, എൻ്റെ സ്കൂട്ടറിൽ കൊണ്ടിടിച്ച് പൊട്ടൻ്റെ പോലെയാ നോക്കി നിൽക്കുന്നത്. കണ്ടാലും മതി. ഏടോ, ഞാൻ അറിയാതെ പറ്റിപ്പോയതാടോ. ഒരല്പം തിരക്കായിപ്പോയി. സോറി. സോറി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ വേണം ഇനി എൻ്റെ സ്കൂട്ടി കൊണ്ടുപോയി ശരിയാക്കി തന്നിട്ട് പോയാൽ മതി. അയ്യോടാ, എനിക്കതിനൊന്നും നേരമില്ല മോളെ. ഞാൻ പൈസ തരാം, അത് വാങ്ങി മോള് പോകാൻ നോക്ക്. അല്ല പിന്നെ. എടോ, തനിക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. മനുഷ്യൻ ഇപ്പം നേരില്ലാതായിപ്പോയി എന്ന് പറഞ്ഞ് സ്കൂട്ടി എടുത്ത് കാറിലിടിച്ച് ലൈറ്റ് ഇടിച്ച് തകർത്തു. ഇപ്പോൾ സെയിം ആയിട്ടുണ്ട്. പോട്ടെ മോനെ ദിനേശ എന്ന് മോഹൻലാൽ സ്റ്റൈൽ പറഞ്ഞുകൊണ്ട് അവൾ സ്കൂട്ടി എടുത്ത് പറപ്പിച്ചു. എനിക്ക് ധൃതിയുണ്ട്, അല്ലെ കുറച്ചുകൂടി പണി തരായിരുന്നു എന്ന് ഉറക്കി വിളിച്ച് പറഞ്ഞിട്ടാണ് അവൾ സ്കൂട്ടി പറപ്പിക്കുന്നത്. ഹോസ്പിറ്റലിലെത്തിയതും എടാ താൻ എന്താ ഇത്ര വരാൻ വൈകിയത്? നമുക്ക് ഇന്ന് മുതൽ പുതിയ സാറാണ് കേട്ടോ. പ്രശസ്ത കാർഡിയാക് സർജൻ അമൽകൃഷ്ണ എന്ന ഡോക്ടർ ഇന്നിവിടെ ജോയിൻ ചെയ്യുന്നേ. ഹോ, ഈ MBBS എന്ന മാരക സംഭവം ഒന്ന് വേഗം കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു. എന്നിട്ട് എന്തിനാ തരാ? എന്നിട്ടെന്താ, ഡോക്ടറായി ഒന്ന് അപ്പയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു. അപ്പയുടെ ഡിയറസ്റ്റ് ഫ്രണ്ടായ രവി അങ്കിളിൻ്റെ മകനായ യദു ഏട്ടനെ കല്യാണം കഴിക്കുന്നു. വീട്ടമ്മയാവുന്നു, കുട്ടികളാവുന്നു. ഹോ, പൊളി. അപ്പം നിനക്ക് ഡോക്ടറായി ജോലിയൊന്നും വേണ്ടെന്ന് ഇപ്പോഴും തോന്നുന്നില്ലേ സാര? നോ ഹരി, നോ. നീയും നിൻ്റെ ലവറായ ഈ അമ്മുവും കൂടി ജോലി ചെയ്ത് കഷ്ടപ്പെടുമ്പോൾ ഞാൻ എൻ്റെ യദുവേട്ടനെ ജോലിക്ക് വിട്ട് യദുവേട്ടൻ വരുന്നത് വരെ സ്വപ്നം എല്ലാം കണ്ടോണ്ടിരിക്കും. എന്നാൽ താര ഇത്രയും വിശേഷങ്ങളെല്ലാം പറയുമ്പോൾ ഇതെല്ലാം കേട്ട് സാക്ഷാൽ അമൽ കൃഷ്ണ നിന്നത് അവർ കണ്ടതേയില്ല. ഉടൻ നഴ്സിനോട് തൻ്റെ ക്യാബിനിലേക്ക് താരയും ഹരിയോടും അമ്മുവിനോടും എല്ലാം വരാൻ പറഞ്ഞുകൊണ്ട് ക്യാബിനിലേക്ക് അമൽ നടന്നകന്നു. എടാ ഹരി, സാറിനെ നന്നായി പുകഴ്ത്തി സോപ്പിട്ട് പതപ്പിച്ച് കൂടെ നിർത്തണം കേട്ടോ, താര വലിയ കാര്യത്തിൽ പറഞ്ഞു. എന്തിനാ? ഹരി ചോദിച്ചു. എന്നിട്ട് കാമുകി കെട്ടിക്കാൻ. താര ഹാലിളകിത്തുള്ളി. താര, അമ്മ വിളിച്ചുപോയി. സോറി ഡിയർ, നീയാണല്ലേ അവൻ്റെ കാമുകി? അവൾ വിളിച്ചു. അമൽകൃഷ്ണ എന്ന നെയിം ബോർഡ് വായിച്ച് മുറിയിൽ കയറിയ താര ഞെട്ടിപ്പോയി. ഹരി, തീർന്നടാ, ഞാൻ തീർന്നു. എന്താടാ? ഹരി ചോദിച്ചു. കുറച്ചു മുന്നേ ഞാൻ പറഞ്ഞ ആക്സിഡന്റ് കഥയിലെ സുന്ദരനായ വില്ലൻ ഈ പാവം നായകനാന്ന് തോന്നുന്നേ അമൽകൃഷ്ണ. തോന്നുന്നേന്നാണോ? ഹരി ചോദിച്ചു. തോന്നലല്ലടാ, സത്യം. എന്താ ഇവിടെ ഇത്ര രഹസ്യം പറച്ചൽ എന്ന് ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ അമൽ ഉള്ളിൽ ചിരിച്ചു. ഉടനെ താര പറഞ്ഞു, അത് പിന്നെ ഈ ഹരി പറയാണേ സാറിനെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന്. അല്ലേടാ ഹരി? താര സോപ്പ് പതിപ്പിച്ച് പറഞ്ഞു. ഇത് കേട്ട് അന്തം വിട്ട് നിൽക്കുന്ന ഹരിയെ താര ഒരു ചവിട്ട് കൊടുത്തു. അവൻ അതേന്ന് തലയാട്ടെ. എന്താ നിങ്ങളുടെയൊക്കെ പേര്? അമൽ സീരിയസ് ആയി ചോദിച്ചു. ഹരിയും അമ്മുവും താരയും പേര് പറഞ്ഞു. അമലിൻ്റെ അപരിചിത പെരുമാറ്റം താരയെ വല്ലാതെ കൺഫ്യൂഷനാക്കി. സാറേ, താര വിനയത്തോടെ വിളിച്ചു. എന്താ? ഞാൻ രാവിലെ അറിയാതെ. അവൾ തപ്പി തടഞ്ഞു. രാവിലെ എന്ന് ചോദിച്ചതും അമലിൻ്റെ പിരികം ചുളിഞ്ഞു. അത് സാരില്ല. പിന്നെ നമുക്കിന്ന് അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിനെ എല്ലാം ആദ്യം കാണാം. അപ്പോഴാണ് പെട്ടെന്ന് ഡോക്ടറിന് ഒരു കോൾ വന്നത്. അത് സാർ, ICUവിലെ ഒരു പേഷ്യൻ്റ് അല്പം സീരിയസ് ആണ്, ഉടനെ വന്നേക്കണം. ഉടനെ അമൽ വേഗം വാ എന്ന് പറഞ്ഞ് ICUവിലേക്ക് ഓടി. ICUവിലെ രംഗങ്ങളെല്ലാം കണ്ട താര ബോധം കെട്ട് വീണുപോയി. മണിക്കൂറുകൾക്ക് ശേഷം കണ്ണു തുറന്നപ്പോൾ അവൾ കണ്ടത് അവളുടെ അച്ഛനെയായിരുന്നു. അച്ഛേ എന്ന് സോപ്പിട്ട് വിളിച്ചുകൊണ്ട് അവൾ അവളുടെ അച്ഛൻ്റെ നെഞ്ചിൽ ചാരിക്കിടന്നു, ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ. മിക്ക ദിവസവും ഇങ്ങനെ ബോധം പോയി വരാൻ നിനക്ക് നാണോ ഇല്ലേ മോളെ? നിന്റെ MBBS കഴിയാറായില്ലേ? ദേ അച്ഛേ, ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഞാൻ വല്ല സ്കൂളിലും ടീച്ചറായി ജോലി ചെയ്യാന്ന്. അപ്പം അച്ഛൻ്റെ പാരമ്പര്യം ഞാൻ കാത്തു സൂക്ഷിക്കണം പോലും. ഈ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ ഇത് വല്ല ആസ്മരോഗവും അങ്ങാനോ ആണോ അച്ഛ? ആരെങ്കിലും ശ്വാസം കിട്ടാതെ പെടയുന്ന കണ്ട അപ്പം പിന്നെ എനിക്ക് ശ്വാസം കിട്ടാതാവുന്ന പോലെ തോന്നും. അങ്കിള് വന്നിട്ടുണ്ടോ ഇവിടെ? ആരൊക്കെയാ? എല്ലാവരും ഉണ്ടല്ലോ, അമ്മയും ആൻറ്റിയും എല്ലാവരും ഉണ്ടല്ലേ. പണ്ടൊക്കെ ഞാൻ ബോധം പോയി എണീക്കുമ്പോൾ എന്തൊരു സ്നേഹപ്രകടനമായിരുന്നു.
ഇപ്പം ആർക്കും യാതൊരു വികാരവും ഇല്ല. എൻ്റെ ഏതോട്ടം വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കും നിങ്ങളെല്ലാം എന്നെ വിട്ടിട്ട് പീഡിപ്പിക്കുവാണെന്ന്. അവളൊരു കൊല്ലം കൂടി കഴിഞ്ഞേ വരുമോ എൻ്റെ മോളെ? ഷോ, ഒരാഴ്ചക്കുള്ളിൽ വരുമെന്ന് പറഞ്ഞിട്ട് 1 കൊല്ലം കഴിഞ്ഞിട്ട് ഇനി ഏതോട്ടം വരുന്നുള്ളൂ. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ പറ യദുവേട്ടനോട് നിങ്ങളുടെ മോനെ ഒരു സുന്ദരി കുട്ടി ഇവിടെ കാത്തിരിക്കുന്നുണ്ടെന്ന്. അപ്പം വേഗം വന്നോളും എൻ്റെ യദുവേട്ടൻ. ഇങ്ങനെയെല്ലാം അവൾ പറയുമ്പോഴും ആരും അവളെ അത്രയ്ക്കധികം മൈൻഡ് ചെയ്തൊന്നുമില്ല. അപ്പോഴാണ് ഹരി അവളെ കൊണ്ടുപോകാൻ വന്നത്. ഞാനിനി വരുന്നില്ല ഹരി, പറ്റില്ല, തന്നെ വിളിക്കാൻ സാർ പ്രത്യേകം പറഞ്ഞാൽ ഞാൻ വന്നത്. അങ്ങനെ വീണ്ടും അവർ ICUവിൽ തന്നെ. അങ്ങനെ പലതവണ ബോധം കെട്ട് വീഴലും ഉണരലും ജോലി ചെയ്യലും നടക്കുന്ന അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. സാർ, ഇന്ന് തന്നെ 4 പ്രാവശ്യം ഞാൻ ബോധം കെട്ടതാ. ഞാനിനി വീട്ടിൽ പോകട്ടെ സാർ? വേണ്ട, ബോധം കെട്ട് ഉണർന്ന് താനേ ശീലമായിക്കോളും. ഹോ, കാലമാണ്, കണ്ണി ചോരില്ലാത്തവൻ എന്നെല്ലാം പറഞ്ഞ് അവൾ അവനെ പ്രാഗി പോകുന്ന ചിരിയോടെ അവൻ നോക്കി നിന്നു. അങ്ങനെ ദിവസങ്ങൾ പോകെ ഒരു ദിവസം ശസ്ത്രക്രിയ ചെയ്യുന്നതിനിടെ പെട്ടെന്ന് വേറൊരു ആക്സിഡൻറ്റ് കേസുകൾ വന്നതുകൊണ്ട് അത്യാവശ്യമായതുകൊണ്ട് ബാക്കി എല്ലാവരും പോയി. അമലിൻ്റെ ഒപ്പം താര മാത്രമായി. താര ശ്രദ്ധിക്കണം, താനിപ്പോൾ ബോധം കെട്ട് വീണാൽ താൻ ഉണരുമ്പോൾ ഈ രോഗിയുടെ ശവശരീരം കാണേണ്ടി വരും. താൻ എൻ്റെ കൂടെ ബോൾഡായി നിൽക്കണം എന്നുള്ള അമലിൻ്റെ വാക്കിൽ താര ധൈര്യത്തോടെ നിന്നു. ഓപ്പറേഷൻ സക്സസ്സായി. അവസാനം സ്റ്റിച്ചിങ് ചെയ്യാൻ താരയെ ഏൽപ്പിച്ചതും അവൾ ധൈര്യത്തോടെ ഏറ്റെടുത്ത് ചെയ്തതും അവളിൽ നിന്ന് മറ്റൊരാളെ അമൽ കാണുകയായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ICUവിൽ നിന്നിറങ്ങിയതും താരാ താരാ എന്നുള്ള യദുവിൻ്റെ ആ വിളി ചോരയിൽ മുങ്ങിയ അവൻ്റെ മുഖവും അവളുടെ ഓർമ്മയിൽ മിന്നിമാഞ്ഞു. അവൻ്റെ ചോരയിൽ കുളിച്ച ശരീരവും അതെടുത്തു വന്നതും ഓപ്പറേഷൻ ചെയ്തതും ഓപ്പറേഷത്തിനിടെ അവൻ ഷിവറിങ് വന്ന് മരിച്ചതും എല്ലാം അവളുടെ മനസ്സിൽ തെളിഞ്ഞു. അവൾ ഉറക്കെ അലറി. ബോധം മറഞ്ഞു വീഴുമ്പോൾ അമലിൻ്റെ കൈകളിൽ അവൾ സുരക്ഷിതയായിരുന്നു. അവൻ അവളെ താങ്ങി പിടിച്ചിരുന്നു. അപ്പോഴേക്കും ഹരിയും അമ്മവും അവൾക്കരികിലേക്ക് ഓടി വന്നു. അങ്ങനെ ബോധം വന്ന താര എല്ലാവരെയും ശ്രദ്ധയോടെ നോക്കി ചിരിച്ചു. പക്ഷേ കൂട്ടത്തിലുള്ള ഹരിയും അമ്മുവിനെ അവൾ മനസ്സിലാകാനാകാതെ ശ്രദ്ധയോടെ നോക്കി പുരികം ചൊളിച്ച്. ഞങ്ങൾ ഹരിയും അമ്മുവും നമ്മളൊന്നിച്ച് MBBS പഠിക്കുന്നേ. നിങ്ങൾ എന്താ പറയുന്നേ? കാർഡിയോളജിസ്റ്റായ താര പ്രഭാകർ എന്ന ഞാൻ എന്തിനാ ഇനി MBBS ചെയ്യുന്നേ? അവളുടെ വാക്കിൽ അവർ തകർന്നു പോലെ നിന്നു. അങ്കിൾ, ഓർമ്മ വരുമ്പോൾ അവൾ ഞങ്ങളെ മറക്കുമെന്ന് കരുതിയില്ല. അങ്കിളൊന്നും പറഞ്ഞുമില്ല. പെട്ടെന്ന് ഹരി അവളോട് സംസാരിച്ചത് ഓർത്തുപോയി. എടാ താര, ഇവിടെ ഈ നെയിം ബോർഡ് കണ്ടോ? കാർഡിയോളജിസ്റ്റ് താര പ്രഭാകർ എന്ന ഈ ഡോക്ടറെ ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ല. തൻ്റെ പേര് താര, തൻ്റെ അച്ഛൻ്റെ പേര് പ്രഭാകർ, 2 പേർക്കും ഒരേ പേർ. ഇനി താനാണോ ഈ താര പ്രഭാകർ? ഒന്ന് പോയേടാ ഹരി. അമ്മോ, നീ ഇവനെ കെട്ടണ്ട. 10 പൈസയുടെ ബോധമില്ല അവന്. രക്തം കണ്ടാൽ ബോധം പോകുന്നതിനെ കാർഡിയോളജിസ്റ്റ് ആക്കിയല്ലോ എൻ്റെ ഹരിയേ. ഞാനൊന്ന് വീട്ടമ്മ ആകാനാ പോകുന്നത്. എൻ്റെ യദുവേട്ടൻ്റെ ഭാര്യയായി ഞങ്ങളുടെ 4 കുഞ്ഞുങ്ങളെ പ്രസവിച്ച് നല്ലൊരു വീട്ടമ്മയായി ജീവിച്ച മതി. ആ വാക്കുകൾ ഹരിയുടെയും അമ്മുവിൻ്റെയും ഓർമ്മയിൽ വന്നു. ഇന്ന് ആ വാക്കുകളെല്ലാം അവളെ കുത്തി നോവിക്കുകയാണ്. അങ്കിൾ താരയ്ക്ക് അല്പം ഓർമ്മക്കുറവുണ്ടെന്ന് പറഞ്ഞപ്പോൾ, ഇവളെ നോക്കണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാം ശരിയായ ഞങ്ങളെ മറക്കുമെന്ന് കൂടി ഒന്നും പറയായിരുന്നു. ഞങ്ങളുടെ ചങ്കായി കൂടെ ഉണ്ടായിട്ട് ഇപ്പോൾ അമ്മ കരഞ്ഞുപോയി. ചങ്കായി എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും ഞാൻ എന്ന് പറഞ്ഞ് അവൾ അവരെ 2 പേരെയും ചേർത്ത് പിടിച്ചു. മറക്കില്ല കേട്ടോ, നിങ്ങളുടെ മുഖം പറയുന്നു ഞാൻ നിങ്ങൾക്ക് ആരായിരുന്നു എന്ന്. എന്നും കൂടെ കൂട്ടണം, അല്ലെങ്കിൽ ഞാനുണ്ടാകും നിങ്ങളുടെ കൂടെ. നിങ്ങളും കൂടി ഇല്ലാതായ ഭ്രാന്തി പിടിക്കും എനിക്ക്. മരിക്കാൻ തോന്നും. എന്തായാലും ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ എന്ന് പറഞ്ഞ് അവൾ പതിയെ നടന്നകുന്നു. അവൾ ഫ്രഷാകാൻ പോകുമ്പോൾ തിരിഞ്ഞു നോക്കി രവി അങ്കിളിനോട് പറഞ്ഞു, അങ്കിൾ, യദുവേട്ടനെ രക്ഷിക്കാൻ കഴിയാത്ത ഞാൻ ഇനി ആ ജോലി എനിക്ക് വേണ്ട. എനിക്ക് ഓർമ്മ വരേണ്ടായിരുന്നു അങ്കിൾ. ഞാൻ ചെയ്ത ഓപ്പറേഷനിലെ ഫെയിലായത് എൻ്റെ യദുവേട്ടൻ്റെ മാത്രമായിരിക്കും. എന്നെ വെറുക്കല്ലേ അങ്കിൾ? അച്ഛൻ, യദുവേട്ടൻ കള്ളനാ.
അല്ല അമ്മേ, അല്ല ആൻറ്റി, ഞാൻ ഞാൻ സ്നേഹിച്ചത്രേ യദുവേട്ടൻ എന്നെ സ്നേഹിച്ചിരിക്കില്ല അല്ലേ? അങ്ങനെ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്നെ ഒറ്റയ്ക്ക് അങ്ങാക്കി പോകുമായിരുന്നില്ല. പോകുമ്പോൾ എന്നെയും കൂടെ കൂട്ടുമായിരുന്നു എന്ന് പറഞ്ഞ് ചുണ്ടു കൂട്ടിപ്പിടിച്ച് കരച്ചിലടക്കി അവൾ അവളുടെ മുറിയിലേക്ക് ഓടിക്കയറി. ഈശ്വര, ഈ ഓർമ്മ എനിക്ക് വേണ്ടായിരുന്നു. ഓർമ്മകൾ എന്നെ ചുട്ട് പൊള്ളിക്കുക. അവൾ ഇതെല്ലാം പറഞ്ഞു പോകുന്നത് നോക്കി കണ്ണു നിറച്ച് അമൽ വീടിൻ്റെ വാതിലിനരികിൽ നിന്നിരുന്നു. അവൻ വേഗം കാറെടുത്ത് സ്പീഡിൽ ഓടിച്ചുപോയി. ഒരാളെ ഇത്രയ്ക്ക് സ്നേഹിക്കാൻ കഴിയുമോ താര? നിന്നെ എനിക്ക് വേണം, എൻ്റെ സ്വന്തമായി, എത്രയും പെട്ടെന്ന് അവൻ മനസ്സിൽ കരുതി. അങ്ങനെ സ്പീഡിൽ കാർ ഓടിച്ചുപോയി. ദിവസങ്ങൾ കഴിഞ്ഞു പോകെ താര മുറിയിൽ നിന്നിറങ്ങാതെ തന്നെ കഴിച്ചുകൂട്ടി. മുറിയിൽ മുഴുവനും അവളും യദുവുമായുള്ള ഫോട്ടോകൾ നിറഞ്ഞിരുന്നു. ആ ഫോട്ടോകൾ നോക്കി സംസാരിച്ച് അവൾ ജീവിച്ചു. ഒരു ദിവസം താരയുടെ മുറിയിൽ വന്നവരെ കണ്ട് അവൾ വിളിച്ചു, രവിയങ്കിൾ, അച്ഛൻ, എന്താ രണ്ടാളും? മോൾക്കൊരു ജീവിതം വേണ്ടേ? വേണം. ഇനി നീ ഇങ്ങനെ കരയാൻ പാടില്ല. ജീവിതം അവസാനിച്ചു എന്ന് തുടങ്ങുന്നിടത്ത് നിന്നും ജീവിതം ആരംഭിക്കുക തന്നെ ചെയ്യും. എന്താ അങ്കിൾ പറയുന്നത് വെച്ചേ? മോളൊന്നും പറയണ്ട. കുറച്ച് കഴിഞ്ഞാൽ നിന്നെ പെണ്ണ് കാണാനൊരു കൂട്ടർ വരുന്നുണ്ട്. നമ്മുടെ ഹോസ്പിറ്റലിലെ തന്നെ ഡോക്ടറാണ്. അച്ഛാ, എന്തൊക്കെയാ അച്ഛാ പറയുന്നേ? എനിക്ക് വീട്ടിലല്ലാതെ വേറെ ആരും വേണ്ട. അങ്കിൾ, എനിക്ക് കഴിയില്ല. താര അലറിക്കറിഞ്ഞുകൊണ്ട് മുറിയിൽ നിന്ന് താഴേക്ക് ഓടിയിറങ്ങി. മുറിയിൽ നിന്ന് ചവിട്ടുപടിയിലൂടെ ഓടിയിറങ്ങുമ്പോൾ അവസാനത്തെ പടിയെത്തും മുമ്പ് അവൾ കാലിടറി വീഴാനാഞ്ഞതും ഒരു കരം അവളെ ചേർത്ത് പിടിച്ചു. ആരുടെയോ പിടിയിലാണ് അവളെന്നറിയെ അവൾ പിടഞ്ഞു മാറി. നോക്കിയപ്പോൾ കണ്ട ആ മുഖം, അത് കണ്ടവൾ തറഞ്ഞു നിന്നുപോയി. അവൾ അവൻ്റെ കവിളിൽ പതിയെ കൈ ചേർത്തു. പക്ഷെ പെട്ടെന്ന് അവൾ കൈ തിരികെ വലിച്ചു. ഇല്ല, എൻ്റെ യദു, ഇല്ല. നിങ്ങളാരാ? അപ്പോഴാണ് ഹരിയോ അമ്മോ കൂടെ നിൽക്കുന്നത് കാണുന്നത്. താര, ഇത് നമ്മുടെ സാറ് അമൽകൃഷ്ണ. നിനക്ക് ഓർമ്മയുണ്ടോ? അമൽകൃഷ്ണ? അവൾ പുരികം ചുരുക്കി അവരെ നോക്കി. വീട്ടിലെല്ലാവരും അവളെ നോക്കി ചിരിയോടെ നിൽക്കുന്നവരെ അവൾ വീണ്ടും അത്ഭുതത്തോടെ നോക്കി. ഇല്ല, എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയായതു? പിന്നെ എങ്ങനെയായതു? ആരാ നീ? എന്നെ ഭ്രാന്ത് പഠിപ്പിക്കല്ലേ, ഒന്ന് പറഞ്ഞിട്ടാ. താര ദൈന്യതയോടെ അവനെ പിടിച്ച് കുലുക്കിക്കൊണ്ട് ചോദിച്ചു. ഇത് കണ്ട് ഹരിയും അമ്മും അന്തം വിട്ടു നിന്നു. യദുവിനെ മനസ്സിലാകാതിരിക്കോ? തന്നെ തനിച്ചു വിട്ട് എനിക്ക് എങ്ങനെ പോകാൻ പറ്റും താര? എൻ്റെ ജീവൻ ഈ ഹൃദയത്തിലല്ലേടാ. താര അന്തം വിട്ട് അവനെ നോക്കി നിന്നു. അതെ, എൻ്റെ യദുവിൻ്റെ അതേ സംസാരം, അതേ ചിരി, അതേ മണം. എൻ്റെ യദു. അവൾ അവനെ വാരിപ്പുണർന്നു. ഇറക്കി കെട്ടിപ്പിടിച്ച് ഉറക്കെ കരയാൻ തുടങ്ങി. നീ എൻ്റെ യദു തന്നെയാ. പക്ഷെ ഇങ്ങനെ നീ എൻ്റെ യദു തന്നെയാണ്, എൻ്റെ യദു. അവൾ ഉറക്കെ പുലമ്പിക്കൊണ്ടിരുന്നു, അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചുകൊണ്ട്. കരയുന്ന അവളെ അമ്മൻ ചേർത്ത് പിടിച്ച് മുടിയിൽ തഴുകി കൊടുത്തു. അവളുടെ കരച്ചിലടങ്ങും വരെ അവൻ അവളെ ചേർത്ത് പിടിച്ചു. മുറുകെ അവനും അവളെ കെട്ടിപ്പിടിച്ചു. പെട്ടെന്ന് അപ്പോൾ അവിടെ ഒരു കയ്യടി ഉയർന്നു കേട്ടു. അവർ രണ്ടുപേരും അടർന്നു മാറി എല്ലാവരെയും നോക്കി. അച്ഛന്മാരും അമ്മമാരും അവർ തന്നെ നോക്കി നിറഞ്ഞ കണ്ണുകളോടെ, നിറഞ്ഞ ചിരിയോടെ നോക്കി വീണ്ടും കൈയടിച്ചുകൊണ്ടേയിരുന്നു. ദൈവം കൂട്ടിച്ചേർത്ത ബന്ധമാണ് നിങ്ങളുടേത്. ഉടനെ ഹരി ചോദിച്ചോ, അപ്പോൾ അമൽകൃഷ്ണ എന്ന ഞങ്ങളുടെ സാറാണോ ഇവൾ 24 മണിക്കൂറും പറയുന്ന ഇവളുടെ യദുവേട്ടൻ? ഉടനെ അമൽ അവളെ ചേർത്ത് പിടിച്ച് ഹരിയുടെയും അമ്മുവിൻ്റെയും അരികിലേക്ക് വന്നു. യദുവിൻ്റെ താരയുടെ യദുവും. ഓർമ്മ വെച്ച മുതലുള്ള ഞങ്ങളുടെ ഇഷ്ടം പതിയെ പ്രണയമായതും എല്ലാം അറിഞ്ഞപ്പോൾ വീട്ടുകാർ സന്തോഷത്തോടെ സമ്മതിച്ചതും
ഒരുമിച്ച് കാർഡിയോളജി എന്ന പ്രൊഫഷൻ സ്വീകരിച്ചതും എല്ലാം ഒന്നിച്ചായിരുന്നു. വളരെ പെട്ടെന്ന് എന്നേക്കാൾ കൈപ്പുണ്യമുള്ള ഡോക്ടറായി അവൾ വളർന്നു. പക്ഷേ അന്നത്തെ ആക്സിഡൻറ്റിൽ എന്നെ തിരിച്ചു പിടിക്കാൻ ഇവൾ നടത്തിയ ഓപ്പറേഷൻ ഫെയിലായെന്ന് ഇവൾ കരുതിയതും ഞാനില്ലാതായെന്നും എൻ്റെ താര തളർന്നുപോയി. ആ പ്രൊഫഷനെ അവൾ വെറുത്തു, ഭയന്നു. അങ്ങനെ അവൾ കുറേ വർഷങ്ങൾ അവൾ മറന്നുപോയി. അപ്പോഴാണ് രവിയങ്കിൾ വന്ന് പറയുന്നത്, ബാക്കി ഞാൻ പറയാം മോനെ. പക്ഷേ എൻ്റെ മോൻ മരിച്ചെന്ന് കരുതി മോളുടെ ബോധം പോയി. അവൻ മരിച്ചെന്ന് എല്ലാവരും കരുതി. എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് അവൻ ജീവിതത്തിലേക്ക് കണ്ണു തുറന്ന് തിരിച്ചു വന്നപ്പോൾ യദു താരയാണ് ആദ്യം ചോദിച്ചത്. സന്തോഷത്തോടെ അവളെ വിളിച്ചുണർത്തിയപ്പോൾ ആരെ അറിയാത്ത വേറൊരു താരയായിരുന്നു അവൾ. അങ്ങനെ വേറൊരു താരയായിട്ടായിരുന്നു അവൾ ഉണർന്നത്. ശരീരം തളർന്ന യദുവിൻ്റെ മനസ്സ് തകർന്നത് അപ്പോഴായിരുന്നു. തിരിച്ച് ആരോഗ്യത്തോടെ വന്ന് അവളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമെന്ന് ഉറപ്പു പറഞ്ഞാണ് അന്ന് യദു US തുടർ ചികിത്സയ്ക്കായി പോയത്. യദു ഒരു ഡോക്ടറാണ്, ഞങ്ങളുടെ മകനാണ് എന്നതിൽ കവിഞ്ഞ് പുതിയ താര ആരെ അറിഞ്ഞില്ല. അച്ഛനെയും അമ്മയും പോലും അറിയാത്ത വർഷങ്ങൾ. എല്ലാം ഞങ്ങൾ പറഞ്ഞുള്ള അറിവ് മാത്രമായിരുന്നു അവൾക്ക്. 2 മക്കളെയും നഷ്ടപ്പെട്ട ഞങ്ങൾ ഇവിടെ പ്രതീക്ഷയായിട്ട് ജീവിക്കുകയായിരുന്നു. ദൈവം ഇപ്പോൾ എല്ലാം ഞങ്ങൾക്ക് തിരിച്ചു തന്നിരിക്കുന്നു. എല്ലാം കേട്ട താര യദു അവൾ അവനെ ശരീരത്തിലൂടെ വിരലുകൾ ചലിപ്പിച്ചു. ആ കൈകൾ പിടിച്ച് അവൾ പറഞ്ഞു, ഈ കൈ ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞാണ് താര. നീ കൈവച്ച ഒരു ജീവനും ഒരു ആപത്തും വരില്ല, നിന്റെ പ്രാർത്ഥന പോലെ തന്നെ. ഇനിയും നിന്റെ സേവനം ഒരുപാട് ജീവന് ആവശ്യമുണ്ട് താര. അങ്ങനെ മാസങ്ങൾ ഒരുപാട് കടന്നുപോയി. ഇന്ന് താരയുടെയും യദുവിൻ്റെയും വിവാഹമാണ്. കതിർമണ്ഡപത്തിലിരിക്കുമ്പോൾ ചുവന്ന കളർ പട്ടുസാരിയിൽ ദേവതയെപ്പോലെ വന്ന താരയെ അമൽ കണ്ണെടുക്കാതെ നോക്കി. അമൽ സാറേ, ചോര ഊറ്റിയത് മതിയാക്കി താലയിട്ടാൻ നോക്ക് എന്ന ഹരയുടെ അമലിനെ തട്ടിയുള്ള വാക്കുകളാണ് അവനിൽ ബോധം നിറച്ചത്. ഒന്ന് പുഞ്ചരിച്ചുകൊണ്ട് താലി വാങ്ങി അവളുടെ കഴുത്തിലണിയിച്ചു. സിന്ദൂര ചുവപ്പണിയിച്ച അവളുടെ നെറ്റിയിൽ അമലൊന്ന് ചുംബിച്ചു മാറി. കന്യാദാനം നടത്തുമ്പോൾ അച്ഛന്മാരും അമ്മമാരും കണ്ണുനീർ അമർത്തി തുടച്ചു. നഷ്ടപ്പെട്ട മക്കളെ തിരിച്ചു കിട്ടിയതും അവരുടെ സത്യമായ പ്രണയനിമിത്തം ഒന്നാകാൻ സാധിച്ചതും ദൈവത്തോട് നന്ദി പറഞ്ഞു. ആദ്യ രാത്രി ഒരു പലാസോയും ടീഷർട്ടും ഇട്ട് അവളെ കണ്ട് യദു അന്തം വിട്ട് നോക്കിയിരുന്നു. എവിടെ താര നിന്റെ സെറ്റുമുണ്ട്, എവിടെ പാല്? യദു കണ്ണുരുട്ടി ചോദിച്ചു. കയ്യണ മോനെ, സെറ്റുമുണ്ടും ഇല്ല പാലും ഇല്ല, എനിക്കൊന്നും വയ്യ. അല്ല പിന്നെ. ഉടനെ അമൽ ഡ്രസ്സ് തപ്പാൻ തുടങ്ങി. എന്നിട്ട് സെറ്റ് മുണ്ടെടുത്ത് അവളുടെ ടീഷർട്ടും പലാസയങ്ങും ഊരി വലിച്ചെറിഞ്ഞു. എതിർക്കാനാവാതെ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുക നമ്മുടെ താര. അവളെ പിടിച്ച് സെറ്റ് മുണ്ട് ഒളിപ്പിച്ച് താഴെ പോയി പാൽവാസമായി വന്നു. എന്നാ നീ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാം താര, ഒരു പ്രത്യേക ഇനത്തിൽ അവൻ ചോദിച്ചതും അവൾ കണ്ണും പിടിച്ച് അവനെ നോക്കി. അവൻ അവിടെ തുടങ്ങിയായിരുന്നു അവരുടെ ജീവിതം. പ്രണയത്താൽ പരസ്പരം തോൽപ്പിക്കുന്ന അവരുടെ പ്രണയത്തിൻ്റെ ജീവിതം. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം യദു പൊന്നൂസിനെ കണ്ടോ? പൊന്നൂസ് എൻ്റെ കയ്യിലുണ്ട് താര. പൊന്നൂസിനിപ്പോൾ 3 വയസ്സായി കേട്ടോ. നിങ്ങളുടെ മോള് ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അത് ഞാൻ കഴിപ്പിച്ചോളാം എൻ്റെ ഭാര്യയെ. താൻ കഴിക്കേ, നമ്മുടെ കുഞ്ഞൂസ് ഓൺ ദ വേ അല്ലേ. ഒരു പേഷ്യൻറ്റിന് സീരിയസ് ആണെന്ന് പറഞ്ഞ് താൻ ഇന്നലെ പോയി വൈകിയല്ലേ വന്നേ. താൻ ഭക്ഷണം കഴിച്ച് കുറച്ചു നേരം കൂടി ഉറങ്ങിക്കോ. ഈ സമയത്ത് ഉറക്കമൊക്കെ നിർബന്ധ, അറിയാലോ എന്ന് പറഞ്ഞ് അമൽ താരയ്ക്കും പൊന്നൂസിനും ചപ്പാത്തിയും കറിയും വാരിക്കൊടുത്തു. അങ്ങനെ അവർക്ക് അമലിന് അവരും വാരിക്കൊടുത്തൊക്കെ ഭക്ഷണം കഴിച്ച് താരയെ കിടത്തി. അവളുടെ മുടിയിലൂടെ തഴുകി അവളെ ഉറക്കി. മിനിറ്റുകൾക്കുള്ളിൽ അവൾ ഉറങ്ങിയതും അവളെ AC എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് പുതപ്പ് കൊണ്ട് പുതപ്പിച്ച ശേഷം അമൽ പൊന്നൂസിനെയും കൊണ്ട് യാത്രയായി. പൊന്നൂസിനെ പ്ലേ സ്കൂളിൽ കൊണ്ടു ചെന്നാക്കി ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു.
കുറച്ച് കഴിഞ്ഞതും താരയ്ക്ക് പെയിൻ വന്ന് അച്ഛന്മാരും അമ്മമാരും ചേർന്ന് അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. ലേബർ റൂമിലേക്ക് കയറ്റിയതും ഡോക്ടറായി അവനും ഓടിപ്പിടിച്ച് അവൾക്കൊപ്പം ചേർന്ന് കൂടെ നിന്നു. അവളുടെ വേദന നിറഞ്ഞ മുഖം കണ്ട അമൽ പറഞ്ഞു, ഇനി മതിട്ടോ, നീ ഈ വേദന സഹിക്കുന്നത് കാണാൻ വയ്യ താര. എൻ്റെ ഭർത്തു നിങ്ങളെ കൊണ്ട് വല്ലാത്ത ശല്യമായി തുടങ്ങിയിട്ടുണ്ടല്ലോ. എനിക്ക് 3 കുട്ടികൾ വേണം. 4 കുട്ടികൾ വേണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. എന്തായാലും മിനിമം എനിക്ക് 3 കുട്ടികളാണെങ്കിലും വേണം. പറ്റില്ല. പറ്റില്ല. പറ്റും. വേദനക്കിടയിലും 2 എണ്ണത്തിൻ്റെയും വഴക്ക് കണ്ട് ഡോക്ടർ കണ്ണുരുട്ടി രണ്ടുപേരും വളിഞ്ഞ പുഞ്ചിരി നൽകി. നിമിഷങ്ങൾക്കകം അവൾക്ക് വേദന കൂടി. അവളിൽ നിന്ന് ഒരു കുഞ്ഞു ജീവൻ അടർന്നു മാറി. ആശ്വാസത്തിൽ ആ കുഞ്ഞിനെ വാങ്ങി മാറോട് ചേർത്ത് ചുംബിച്ചതും അവൾ വീണ്ടും അലറി. വീണ്ടും ഒരു കുഞ്ഞു ജീവൻ കൂടി അവളിൽ നിന്ന് വന്നു. അമൽ അത്ഭുതത്തോടെ താരയെ നോക്കി. അമൽ നിറഞ്ഞ കണ്ണുകളോടെ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. വല്ലാത്ത സർപ്രൈസ് ആയിട്ടോ കുറുമ്പി താര. അങ്ങനെ ആ 2 കുഞ്ഞി കുറുമ്പന്മാരെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് പൊന്നൂസ്. മുറിയിലേക്ക് മാറ്റിയ താരയെ അമൽ ചേർത്ത് പിടിച്ച് മുഖം മുഴുവൻ ചുംബിച്ചു. അത് കണ്ട് പൊന്നൂസ് കൈകൊട്ടി ചിരിച്ചു. അച്ഛന്മാരും അമ്മമാരും സന്തോഷത്തിൽ നിറഞ്ഞ കണ്ണുനീർ തുടച്ചു മാറ്റി. അമൽ അവളെ ചേർത്ത് പിടിച്ച് പറഞ്ഞു, ദൈവം അനുഗ്രഹിച്ച ജീവിതം നമ്മുടേത്. എന്നും ഇങ്ങനെ പ്രണയമഴയിൽ നനഞ്ഞ് മരണം വരെയും നമ്മൾ സന്തോഷത്തോടെ ജീവിക്കും. താര അവൻ്റെ നെഞ്ചോട് മുഖമർത്തി ചേർന്നിരുന്നു. യദുവിൻ്റെ സ്വന്തം താരയായി, താരയുടെ സ്വന്തം യദുവായി അവർ ഇനി ജീവിക്കട്ടെ അല്ലേ, സന്തോഷത്തോടെ.